രാഷ്ട്രീയം സാധ്യതകളുടെ കലയാണ്. നിത്യശത്രുവോ നിത്യമിത്രമോ രാഷ്ട്രീയത്തിലില്ല. അധികാരത്തോടൊപ്പം രാഷ്ട്രീയം വന്നപ്പോൾ അവസരവാദവും തുടങ്ങി. ആരെ കൂട്ടുപിടിച്ചും അധികാരത്തിലെത്തുക എന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ നയവും തന്ത്രവുമായപ്പോൾ പണ്ടേ പറഞ്ഞുകേട്ട ആദർശ രാഷ്ട്രീയത്തിന് മരണമണിയായി. അവസരവാദ രാഷ്ട്രീയത്തോടൊപ്പം വർഗീയ സംഘടനകളും അധികാരത്തിലേക്കുള്ള കുറുക്കുവഴിയായി രാഷ്ട്രീയത്തെ കണ്ടു. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനുമെന്ന വാചകം രാഷ്ട്രീയത്തിൽ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. മതവും മതചിഹ്നങ്ങളും വർഗീയ സംഘടനകൾക്ക് അധികാരത്തിലേക്കുള്ള ചവിട്ടുപടികളായി. മുഖ്യധാരാ പാർട്ടികൾ അധികാര കസേര മാത്രം ഉന്നമിട്ടപ്പോൾ വർഗീയ സംഘടനകളെ തരാതരം പോലെ ഉപയോഗിച്ചു. ഒപ്പം നിൽക്കുമ്പോൾ അവർ മതേതരവാദികളും മറുപക്ഷത്തെത്തുമ്പോൾ വർഗീയവാദികളുമായി. തോളോട് തോൾ നിൽക്കുമ്പോൾ അവർ പ്രിയപ്പെട്ടവരായി, എതിർപക്ഷത്തായപ്പോൾ ഒറ്റപ്പെടുത്തേണ്ടവരുമായി. ഓരോ തെരഞ്ഞെടുപ്പിലും ഈ രാഷ്ട്രീയ നാടകം ആവർത്തിക്കുമ്പോൾ ഉളുപ്പുണ്ടോ നേതാക്കളെ എന്നാണ് കേരളം ചോദിക്കുന്നത്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. UDF വെൽഫെയർ പാർട്ടി പരസ്യ സഖ്യമോ എന്ന വിഷയത്തിൽ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് ശ്രീ P ജയരാജൻ, കോൺഗ്രസ് നേതാവ് ശ്രീ രാജു P നായർ, BJP നേതാവ് ശ്രീ PR ശിവശങ്കർ, സമസ്ത നേതാവ് ശ്രീ മുസ്തഫ മുണ്ടുപാടം, വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ M ജോസഫ് ജോൺ എന്നിവരാണ്. ആദ്യം ശ്രീ P ജയരാജനിലേക്കാണ്. ശ്രീ P ജയരാജൻ, നേരത്തെ വെൽഫെയർ പാർട്ടി അത് രൂപീകൃതമാകുന്നതിന് മുമ്പുള്ള ജമാഅത്തെ ഇസ്ലാമി എന്ന ആ സംഘടനയെ, അതിൻ്റെ പിന്തുണ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളവരാണ് CPIM. അക്കാര്യം നേതാക്കൾ തന്നെ പലപ്പോഴും തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പിന്നീട് വന്നപ്പോൾ നേരത്തെയുള്ള ചില തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആ പിന്തുണ സ്വീകരിച്ചിരുന്നവർ പിന്നീട് അതിനെ തള്ളിപ്പറയുന്നത് ശരിയായ നടപടിയാണ്? ഇവിടെ ഏങ്കർ എന്ന നിലക്ക് താങ്കൾ അവതരിപ്പിക്കുന്നത് തന്നെ തെറ്റായ നിലയിലാണ്. തരാതരം പോലെ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചു എന്ന ആക്ഷേപമാണ് താങ്കൾ ആദ്യം ഉന്നയിച്ചിട്ടുള്ളത്. താങ്കൾക്ക് മുൻവിധി ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മതരാഷ്ട്രവാദികളെ ഒരു ഘട്ടത്തിലും കൂട്ടുകൂടിയിട്ടില്ല. അത് ഉറപ്പിച്ചു പറയാൻ പറ്റും. പക്ഷേ അവരുടെ RSSന്റെ കാര്യത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിലും. ജമാഅത്തെ ഇസ്ലാമി ഞാൻ പറഞ്ഞു വരട്ടെ. ജമാഅത്തെ ഇസ്ലാമി അതല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ചർച്ച വഴിതെറ്റിക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാൻ സമയം തരണ്ടേ? പറയൂ. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് പ്രാദേശികമായിട്ട് ഞങ്ങൾ കൂട്ടുകൂടിയിരിക്കുന്നു എന്നാണ് ലീഗിൻ്റെ നേതാവ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇത് RSSനും ബാധകമാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയം കാണേണ്ടതില്ല, അതുകൊണ്ട് വെൽഫെയർ പാർട്ടിയുമായിട്ട് ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് VD സതീശൻ പറയുമ്പോൾ അങ്ങനെ വല്ല വാക്കും CPM-ൻ്റെ ആരുടെ ഭാഗത്തു നിന്നെങ്കിലും RSS-ഉം ജമാഅത്തെ ഇസ്ലാമിയും മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന വാക്ക് എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് ഏങ്കറായിട്ടുള്ള താങ്കൾക്ക് പറയാൻ പറ്റുമോ? ഇവിടെ RSS-ഉം അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഒരേ തൂവൽ പക്ഷികളാണ്. അവർ ജനാധിപത്യ വ്യവസ്ഥയെ അംഗീകരിക്കാത്തവരാണ്. ആ ജനാധിപത്യ വ്യവസ്ഥയെ അംഗീകരിക്കാതെ അവർ ദൈവീക ഭരണമെന്ന് ജമാഅത്തെ ഇസ്ലാമിയും ധർമാധിപത്യം, ജനാധിപത്യത്തിന് പകരം ധർമാധിപത്യമെന്ന് ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നു. അത്തരം ശക്തികളെ കൂട്ടുപിടിക്കാമോ മതനിരപേക്ഷവാദികളായിട്ടുള്ള പാർട്ടികൾ? ഇതാണ് മുഖ്യമായിട്ടുള്ള വിഷയം. അതിന് താങ്കൾ മറ്റൊരു വ്യാഖ്യാനം കൊടുക്കുകയാണ്. തരാതരം പോലെ എല്ലാവരെയും കൂട്ടിയില്ല, ഞങ്ങൾ കൂട്ടിയിട്ടില്ല. ഉറപ്പിച്ചു പറയാൻ പറ്റും. ഇവിടെ അതിലൊരു ഇടപെടൽ ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞ ഭാഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പകരം മലപ്പുറത്തെ ഒരു മുതിർന്ന നേതാവും സംസ്ഥാനത്ത് തന്നെ മുതിർന്ന രാഷ്ട്രീയ നേതാവും ഒക്കെയായ CPM-ൻ്റെയും മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി, അദ്ദേഹം 2017 സഭാ TV-യിൽ, നിയമസഭയുടേതാണല്ലോ ഈ സഭാ TV-യിൽ KNA ഖാദറിനും അതോടൊപ്പം മാധ്യമപ്രവർത്തകനായ NP രാജേന്ദ്രനുമൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ ആദ്യം ഒന്ന് കേൾക്കാം. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് യോജിച്ചിട്ടുള്ള ഘട്ടം ഉണ്ടായിരുന്നു. അതെന്താ? ജമാഅത്തിനെ ഞങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടോ ജമാഅത്ത് മനസ്സിലാക്കാത്തത് കൊണ്ടോ പറ്റിയ അബദ്ധമല്ല അത്. ആ കാലഘട്ടത്തിൽ അതിൻ്റെ ഏറ്റവും രണ്ടു കൂട്ടർക്കും ശത്രുവായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു.
അതിനെ നേരിടാനുള്ള താല്പര്യം അവർക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്. അതാണ് അതിൻ്റെ യോജിപ്പ്. ഇത് ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞതാണ്, ജമാഅത്തെ ഇസ്ലാമിയുമായി യോജിച്ചിരുന്നു എന്ന കാര്യം. അത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ തരാതരം പോലെ ഉപയോഗിക്കുന്നു എന്നത് എൻ്റെ ഒരു വ്യാഖ്യാനവുമല്ല കേട്ടെ. അല്ല, തരാതരം പോലെ അത് നിങ്ങളെ വെറും ദുർവ്യാഖ്യാനമാണ്. കാരണം സഖാവ് പാലോളി ഏത് ഘട്ടത്തിലാണ് പറഞ്ഞത്? ഇവിടെ RSS, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളെ അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചു, അവരെ ജയിലിലിട്ടു. ആ ജനാധിപത്യ പുനഃസ്ഥാപനത്തിൻ്റെ ഘട്ടത്തിൽ എല്ലാവരുമായിട്ടും ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സംഘടന എന്ന നിലക്ക് RSSുമായിട്ടോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടോ ഞങ്ങൾ സഹകരിച്ചു എന്നതല്ല. തെരഞ്ഞെടുപ്പിൽ അവരെ മുന്നണിയുടെ ഭാഗമാക്കിയിട്ടും ഞങ്ങൾ മാറ്റിയിട്ടില്ല. അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇവിടെ ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പായതുകൊണ്ട് രാഷ്ട്രീയമൊന്നും വലുതായിട്ട് കാണേണ്ടതില്ല. അവരുമായിട്ട് കൂട്ടുകൂടുക. RSSുമായിട്ടും കൂട്ടുകൂടുവോ ലീഗ്? RSSും BJPയുമായിട്ട് കൂട്ടുകൂടുവോ കോൺഗ്രസ്? ഇവിടെ പ്രസക്തമായിട്ടുള്ള വിഷയം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ വെള്ളപൂശുക, എന്നിട്ട് അവരതൊക്കെ ഉപേക്ഷിച്ചു എന്ന് പറയുക. ഞാൻ 2 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ കൊല്ലം ഏപ്രിൽ മാസത്തിൽ കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഒരു മാർച്ച് നടത്തി ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗം. ആ മാർച്ചിൽ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച ബാനർ എന്തായിരുന്നു? ആരുടേതായിരുന്നു? ഇന്ത്യൻ നേതാക്കന്മാരുടേതായിരുന്നോ? 1928 ഈജിപ്തിൽ രൂപം കൊണ്ട മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ 2 നേതാക്കന്മാരുടെ ഫോട്ടോ ആണ്. വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവരുടെ സമരം. വഖഫ് ഭേദഗതി നിയമവും ഈ ഉയർത്തിപ്പിടിച്ച ബാനറിലെ 2 നേതാക്കന്മാരും തമ്മിൽ എന്താ ബന്ധം? താങ്കൾ പറയൂ. ഇവിടെ 2 നേതാക്കന്മാരാരാന്നറിയോ? ഒന്ന് സെയ്ദ് കുത്തൂബ്. ആരാണ്? മൗദൂദിയെ പോലെ, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായിട്ടുള്ള മൗദൂദിയെ പോലെ ഇസ്ലാമിക തീവ്രവാദം പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ള ആളാണ് സെയ്ദ് കുത്തൂബ്. അദ്ദേഹമാണ് ഈജിപ്തിൽ മുസ്ലിം ബ്രദർഹുഡ് ഉണ്ടാക്കിയത്. അവിടുത്തെ നാസറിൻ്റെ നേതൃത്വമുള്ള മതനിരപേക്ഷ ഗവൺമെൻറ്, സോഷ്യലിസ്റ്റ് ആഭിമുഖ്യമുള്ള ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെതിരായിട്ട് കലാപം നടത്തിയ കേസിൽ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നയാളാണ് ഈ സെയ്ദ് കുത്തൂബ്. അപ്പോൾ മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചിട്ടില്ല. ഇസ്ലാമിക തീവ്രവാദ ആശയങ്ങളിൽ നിന്ന് അവർ മോചിതരായിട്ടില്ല. അവർ അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. പക്ഷേ ശ്രീ പി. ജയരാജൻ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ, ഞാൻ പറഞ്ഞോട്ടെ, അല്ല ഈ കാര്യം കൂടി, 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പറയൂ ശ്രീ പി. ജയരാജൻ, തുടരാം. ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ അതിൽ തൂക്കിക്കയറി വെടിവെക്കല്ല. ഞാൻ പറയുന്ന പ്രസക്തമായിട്ടുള്ളൊരു കാര്യം, ഈ സതീശനും കൂട്ടരിപ്പം പറയുന്നുണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമി നല്ല കുട്ടികളായിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ജനാധിപത്യ വ്യവസ്ഥയിൽ അവർ പങ്കെടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ 2005 ഏപ്രിൽ മാസത്തിൽ മോദി സർക്കാർ കൊണ്ടുവന്ന അങ്ങേയറ്റം ഇസ്ലാമിക വിശ്വാസികൾക്ക് ഘടകവിരുദ്ധമായിട്ടൊരു നിയമത്തെ പിൻവലിക്കണമെന്ന് രാജ്യത്തിലെ എല്ലാ പാർട്ടികളും, മതനിരപേക്ഷ പാർട്ടികളൊക്കെ ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ ഈജിപ്തിലെ തീവ്രവാദികളായിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡിൻ്റെ നേതാക്കന്മാരുടെ ഫോട്ടോ എടുത്തിട്ട് മാർച്ച് നടത്തുന്നതിന് എന്താ പ്രസക്തി എന്നാണ് എൻ്റെ ചോദ്യം. ഒന്ന്, അതുമാത്രമല്ല, മറ്റൊരാൾ ഹസനുൽ ബന്ന, അവിടെ ആഭ്യന്തരമായിട്ടുള്ള സംഘർഷത്തിനിടയിൽ ഈജിപ്തിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടയാളാണ് ഹസനുൽ ബന്ന. അവരാണ് തങ്ങളുടെ ആദർശ പുരുഷന്മാരെന്ന് പറഞ്ഞിട്ട് വരികയാണ്. അവിടെ അവസാനിപ്പിക്കുന്നില്ല. ഈ ഒക്ടോബർ മാസത്തിൽ, 2025 ഒക്ടോബർ മാസത്തിൽ മലപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഒരു സെമിനാർ സംഘടിപ്പിച്ചു. എന്താ സെമിനാർ എന്നറിയോ? ഏങ്കർ മനസ്സിലാക്കണം. ആ സെമിനാർ മൗദൂദിയുടെ ഇസ്ലാമിക ദർശനം പഠിപ്പിക്കണം, പിന്നെയോ ഷെയ്ഖ് ഖദറാവിയുടെ ദർശനം പഠിപ്പിക്കണം എന്നതാണ്. ശ്രീ പി. ജയരാജൻ, ഈ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ തുടക്കകാലം മുതൽ തന്നെ മൗദൂദിയുടെ ആശയങ്ങളിൽ അടിയുറച്ച് പ്രവർത്തിക്കുകയും ആ നയവുമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. പക്ഷേ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രീ പി. ജയരാജൻ, 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രീ പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളൊന്ന് കേൾക്കാം ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച്. അതെല്ലാം കുറെ തവണ മുസ്ലിം വിഭാഗത്തിലുള്ള മറ്റു ചില സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ, PDP പോലുള്ള ചിലർ ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത്. അത്തരം ആളുകളെ വല്ലാതെ പ്രലോഭനങ്ങളിൽ കൊടുക്കാനുള്ള ശ്രമം UDF നടത്തിയിരുന്നു. പക്ഷേ ഒരു ശ്രമത്തിലും അത്തരം കൂട്ടർ വീണില്ല എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. അത്തരം പ്രലോഭനങ്ങളിലൊന്നും ജമാഅത്തെ ഇസ്ലാമി വീണില്ല എന്നാണ് അന്നത്തെ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് ശ്രീ പിണറായി വിജയൻ, CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്. ശ്രീ പി. ജയരാജൻ,
ഞാൻ ചോദിക്കട്ടെ, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരം മതരാഷ്ട്രവാദങ്ങളെ ഏതെങ്കിലും കാലത്ത് CPM അനുകൂലിച്ചിട്ടുണ്ടോ, പിന്തുണച്ചിട്ടുണ്ടോ? നിങ്ങൾ ചോദിക്കൂ. പക്ഷേ ആ മതരാഷ്ട്രവാദം അവരുടെ അടിസ്ഥാനം അതായിരുന്നല്ലോ. ഞാൻ പറയുന്നത് ഈ 2025 അല്ലല്ല, അതായത് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാവായിട്ടുള്ള സതീശൻ പറയുമ്പോൾ ഈ 2025 നടന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണല്ലോ ഏങ്കർ ഇടപെടുന്നത്. അപ്പൊ നിങ്ങൾക്ക് മുൻവിധി ഉണ്ടെന്ന് അതിന്റെ അർത്ഥം അല്ല. ശ്രീ പി ജയരാജൻ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് മൗദൂദിയുടെ ആശയങ്ങളാണ് അവർ നടപ്പാക്കുന്നത്. ആ ആശയങ്ങൾ നടപ്പാക്കാൻ വേണ്ടി രൂപീകരിച്ചതാണ് ജമാഅത്തെ ഇസ്ലാമി എന്നതൊക്കെ CPIM നേതാക്കൾക്ക് പകൽ പോലെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അവിടെയാണ് ഈ നിലയിലുള്ള അന്നത്തെ ആ പിന്തുണ സ്വീകരിച്ചത്. CPM നേതാക്കന്മാർക്ക് മാത്രം, CPIM മാത്രമല്ല, ഞാൻ ചോദിക്കുന്നത് CPM നേതാക്കന്മാർക്ക് മാത്രം. CPIM നേതാക്കൾക്കും അറിയാമായിരുന്നു ദേശസ്നേഹികളായിട്ടുള്ള ആളുകൾക്ക് വളരെ അപകടകരമായിട്ടുള്ള ദർശനമാണ്, അപകടകരമായിട്ടുള്ള ആ കാഴ്ചപ്പാടാണ് ജമാഅത്തെ ഇസ്ലാമിയും RSS മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ആ പിന്തുണ സ്വീകരിച്ചിരുന്ന കാലത്ത് ഇതല്ലല്ലോ പറഞ്ഞത്. അവരെ തെറ്റിക്കാൻ, അവരെ പ്രലോഭിപ്പിക്കാൻ പലരും ശ്രമിച്ചുവെന്നല്ലേ അന്ന് പിണറായി വിജയൻ പറഞ്ഞത്. നിങ്ങൾക്ക് കോൺഗ്രസിനെയും ലീഗിനെയും രക്ഷപ്പെടുത്തണം എന്ന് ഏങ്കർക്ക് താല്പര്യമുണ്ടെങ്കിൽ അതായിക്കോട്ടെ. പക്ഷേ ഒരാൾക്ക് സംസാരിക്കാൻ അവസരം തരണം. ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടല്ല നിങ്ങൾ എന്നെ ക്ഷണിച്ചത്. നിങ്ങൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ അതിന് മാന്യത കാണിക്കണം. അല്ല, നമ്മൾക്ക് ഞാൻ ഈ 2025 നടന്ന 2 സംഭവങ്ങളെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഉടനെ തന്നെ ഇടപെടുകയാണല്ലോ. അല്ല, 2020 മുമ്പ് ഒരു 2009 2006 ഉണ്ടായിരുന്നല്ലോ എന്നതാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് അല്ലല്ല കേട്ടെ, ഞാൻ 2025 കാര്യം പറയുമ്പോൾ അടിയന്തരാവസ്ഥയിലെ കാര്യം നിങ്ങൾ പറയുക. 2006 അവർ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങളൊരു കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുണ്ട്, അവർ പിന്തുണച്ചിട്ടുണ്ട്, അതിനെ ഞങ്ങളെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ പ്രത്യക്ഷമായിട്ട് കോൺഗ്രസും ലീഗും കൂട്ടുകൂടിയിരിക്കുന്നു. അതിൻ്റെ അപകടമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. 2025 ഒക്ടോബർ മാസത്തിൽ മലപ്പുറത്ത് സോളിഡാരിറ്റി നടത്തിയ സെമിനാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതാ നിങ്ങൾ ഇടപെട്ടത്. നിങ്ങൾക്ക് തോന്നി അത് മർമ്മത്തിന് കൊള്ളുന്ന അടിയായിരിക്കും, അതുകൊണ്ട് അവരെ രക്ഷിക്കണമെന്ന് ഏങ്കർക്ക് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾ ഇടപെട്ടത്. അവരെ രക്ഷിക്കണമെന്നില്ല ശ്രീ പി ജയരാജൻ. ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ശ്രീ രാജു പി നായർ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും. ശ്രീ രാജു പി നായർ, താങ്കളിലേക്ക് തിരികെ എത്താം. രാജു അങ്ങനെയല്ല, എന്നെ പറയാൻ അനുവദിക്കണം, അല്ലെങ്കിൽ എന്നെ ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കിയാൽ അല്ല, മറ്റ് അതിഥികൾ കൂടി അവർക്ക് പറയാനുണ്ടല്ലോ ഈ കാര്യങ്ങൾ. പൂർത്തീകരിക്കുന്നതിന് മുമ്പേ താങ്കൾ ഇടപെട്ട് അത് സംബന്ധിച്ച് വിശദീകരിക്കാൻ രാജു പി നായർക്കാണ് അവകാശം എന്ന് പറഞ്ഞ് ഞാനല്ലേ പറയാൻ താല്പര്യപ്പെടുത്തത്. എന്നെ വാചകം പറയാൻ നിങ്ങൾ അനുവദിക്കണ്ടേ? താങ്കൾ നോക്കൂ, ഈ മൗദൂദിയുടെ ദർശനം പഠിപ്പിക്കണം, ഇസ്ലാമിക ദർശനം ആരാ മൗദൂദി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാഗം ഞാനിപ്പോൾ അവസാനിപ്പിക്കാം. ആരാ മൗദൂദി? അദ്ദേഹം ഹൈദരാബാദ് സ്വദേശിയായിരുന്നു. ഇന്ത്യ പാക് വിഭജനത്തിൻ്റെ ഘട്ടത്തിൽ മഹാഭൂരിപക്ഷം മുസ്ലിം ബഹുജനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ 99.4% മുസ്ലിം ബഹുജനങ്ങളും മതേതര ഇന്ത്യക്കൊപ്പം നിന്നപ്പോൾ ഈ ഹൈദരാബാദ് സ്വദേശിയായിട്ടുള്ള മൗദൂദി എങ്ങോട്ടാ പോയത്? തൻ്റെ ഒരു പക്ഷം അനുയായികളെയും കൂട്ടി പൃഷ്ഠത്തിൻ്റെ പൊടിയും തട്ടി നേരെ പാകിസ്ഥാനിൽ പോയിട്ട് അവിടെ അഹമ്മദിയ വിരുദ്ധ കലാപം, ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കാൻ വേണ്ടിയുള്ള കലാപങ്ങൾ എന്ന് മാത്രമല്ല, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാവുകയാണെങ്കിൽ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരായിട്ട് ജീവിക്കേണ്ടി വരും എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിന് എനിക്ക് വിഷമവും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള മൗദൂദിയുടെ ദർശനം ഇവിടെ പഠിപ്പിക്കണം എന്നാണ്. പാകിസ്ഥാനിലേക്ക് പോയിട്ട് ഇന്ത്യയിൽ മതേതര ഇന്ത്യയിൽ നിന്നിട്ടുള്ള മുസ്ലിം ബഹുജനങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള മൗദൂദിയുടെ ദർശനം പഠിപ്പിക്കണമെന്ന് 2025 പറയുന്ന ആ ജമാഅത്തെ ഇസ്ലാമിയെയും കൂട്ടിയിട്ടാണ് ദേശീയവാദികൾ, മതേതരപക്ഷവാദികളെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസും അതുപോലെ തന്നെ ലീഗും പോകുന്നത്. ലീഗിനെ വിഴുങ്ങാൻ വേണ്ടി പോവുകയാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ ഈ അപകടകരമായിട്ടുള്ള മത കാഴ്ചപ്പാടിനെ ഈ 25 അവർ കൊണ്ടു നടക്കുകയാണ്, അവർ പ്രചരിപ്പിക്കുകയാണ്. അവർ മൗദൂദിയെ കൊണ്ടാടണം, മൗദൂദിയുടെ ദർശനം പഠിപ്പിക്കണം. ആരാ മൗദൂദി? രാജ്യദ്രോഹിയായിട്ട് ഇന്ത്യ വിട്ടിട്ട് മതനിരപേക്ഷവാദികളായിട്ടുള്ള ഇന്ത്യയിലെ മുസ്ലിം ബഹുജനങ്ങളിൽ മഹാഭൂരിപക്ഷത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് താങ്കളിലേക്ക് കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാനുള്ള അവസരം തരാം. ശ്രീ രാജു പി നായരിലേക്കാണ്. ശ്രീ രാജു പി നായർ, വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യം അത് പ്രാദേശികമായിട്ടാണ് എന്നാണ് നേതാക്കൾ പറയുന്നത്. പക്ഷേ ഏതായാലും ജമാഅത്തെ ഇസ്ലാമി അവരുടെ രാഷ്ട്രീയ സംഘടനയാണ് ഈ വെൽഫെയർ പാർട്ടി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വെൽഫെയർ പാർട്ടിയുമായി ഇങ്ങനെ ഒരു സഖ്യത്തിലേക്ക് പോകുന്നത് അത് എത്രത്തോളം അപകടകരമാണ് എന്ന കാര്യം കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെ രാഷ്ട്രീയമായി
ഒരു മതസംഘടനയുടെ പിന്തുണ സ്വീകരിക്കുന്നു എന്ന നിലയിലുള്ള വലിയ വിമർശനത്തിന് കൂടി ഇടയാക്കുന്നതല്ലേ അത്തരമൊരു സഖ്യം? ഗോപികൃഷ്ണൻ, ഒന്ന്, വെൽഫെയർ പാർട്ടി ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന നിലപാടുകൾ, ഓരോ ഘട്ടത്തിൽ എടുക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകൾക്കനുസരിച്ചാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും പ്രതികരിക്കുക. ഇപ്പോൾ ഇവിടെ ശ്രീ ജയരാജൻ പറഞ്ഞതിലെ വൈരുദ്ധ്യങ്ങൾ പറയണമെങ്കിൽ എനിക്ക് ഈ ഒരു ചർച്ചയുടെ മുഴുവൻ സമയം തന്നാലും തീരില്ല. ഒന്ന്, എന്താണ് ഇവരുടെ എല്ലാം ശ്രീ ജയരാജനും CPM എല്ലാം പറയുന്ന ഈ ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താ? അടിസ്ഥാനപരമായ പ്രശ്നം കോൺഗ്രസ് വിരുദ്ധതയാണ്. അത് 96-ലെ ദേശാഭിമാനി ലേഖനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ച് കൊണ്ട് അതിനെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്ന ലേഖനമുണ്ടല്ലോ. ആ ലേഖനത്തിൽ പറയുന്നു അത് 2 തീരുമാനങ്ങളെക്കുറിച്ചാണ്. ഒന്ന് ക്രിസ്ത്യൻ CBCയുടെ തീരുമാനം, രണ്ടാമത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ. ലോകത്തിൽ എവിടെയും ഉണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക് വീക്ഷണത്തിലൂടെ മതത്തിലൂന്നി നിന്ന് മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനകളൊന്നാണ് ജമാഅത്തെ ഇസ്ലാമി. CBCയുടേത് പോലെ അത്രയേറെ ആഴത്തിലും പരപ്പിലും സംഭവങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടല്ലെങ്കിലും ജമാഅത്തും ചെന്നെത്തിയിരിക്കുന്നത് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ തന്നെയാണ്. പിന്നെ മറ്റു പല കാര്യങ്ങളുണ്ട്, അതൊക്കെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അവസാനം പറയുകയാണ്, ഇടതുപക്ഷം മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾക്കൊപ്പം അണിനിരന്നുകൊണ്ട് സ്വന്തം ഉത്തമ താല്പര്യങ്ങൾ അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളും സംരക്ഷിക്കാൻ ഒക്കുകയുള്ളൂ എന്നും ശരിയാം വിധം മനസ്സിലാക്കിക്കൊള്ളുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനം വിവരിച്ച 2 തീരുമാനങ്ങൾ, അത് ജമാഅത്തെ ഇസ്ലാമിയുടെയും CBCയുടെയും രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ രാഷ്ട്രീയ അടിത്തറ തീർച്ചയായും കൂടുതൽ ശക്തവും വ്യാപൃതവുമാക്കിയിരിക്കുകയാണ്. പിന്നെ ശ്രീ പറയുന്നത് ജയരാജനാണെന്നുള്ളത് കൊണ്ട് വലിയൊരു കൗതുകം വേറെയുണ്ട്. PDP ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ, മുസ്ലിം ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്ന പുസ്തകത്തിൽ രാജു പി നായർ PDP ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയല്ല, അവരുടെ പിന്തുണ മാത്രമേ ഉള്ളൂ. വെൽഫെയർ പാർട്ടിയും ഘടകകക്ഷിയല്ല. പക്ഷേ അവരോടൊപ്പം ചങ്ങാത്തമുണ്ടാക്കുക എന്നത് നേരത്തെ ശ്രീ P ജയരാജൻ പറഞ്ഞതുപോലെ മൗദൂദിയൻ ആശയങ്ങളിൽ മതരാഷ്ട്ര നിർമ്മാണമാണ് അവരുടെ ലക്ഷ്യം എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ അതുമാത്രമല്ല, ഈ സമസ്തയിലെ ഇരുവിഭാഗവും ശക്തമായി എതിർക്കുകയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി വൽക്കരണം എന്നത്. അത് മുസ്ലിം ലീഗിനെ വിഴുങ്ങും എന്നാണ് ഈ സുന്നി നേതാക്കളൊക്കെ പറയുന്നത്. അവരുടെ തുടർച്ചയായ പ്രസ്താവനകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വെൽഫെയർ പാർട്ടിയുമായി ആ നിലയിലുള്ള ഒരു സഖ്യം UDFനത് താൽക്കാലിക ഗുണമാണെങ്കിലും അത് ദൂരവ്യാപകമായി വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതല്ലേ? ഗോപികൃഷ്ണൻ, നമ്മൾ ഈ സമീകരിക്കുന്നതിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടി ചിന്തിക്കണം. വെൽഫെയർ പാർട്ടി ഇന്ത്യൻ രാജ്യത്തിന്റെ പരമാധികാരം അംഗീകരിച്ചു. ദിലീപാണ് ഞാൻ ഗോപികൃഷ്ണനല്ലേ? ദിലീപാണ്. സോറി എനിക്ക് കാണാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ശബ്ദം കേട്ടപ്പോൾ ഗോപികൃഷ്ണനാണെന്ന് തെറ്റിദ്ധരിച്ചു. അപ്പോൾ ശ്രീ ദിലീപ്, അപ്പോൾ നമ്മളൊരു കാര്യം, ഈ ഇന്ത്യൻ രാജ്യത്തിന്റെ പരമാധികാരം അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിയാണ് വെൽഫെയർ. മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് BJP ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇവരുടെ വെൽഫെയർ പാർട്ടിയുടെ മതരാഷ്ട്ര സ്ഥാപനമാണെന്നുള്ളത് പറയുന്നത് നിൽക്കില്ല. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണെങ്കിൽ ഡിബേറ്റബിൾ ആണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ആ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഇവർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇനി അങ്ങ് വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ്. ഞാൻ അങ്ങ് പറയട്ടെ. പറയൂ ശ്രീ ഞാൻ പറയട്ടെ. ISS ഇസ്ലാമിക് സേവക് സംഘ് സ്ഥാപിച്ചതും അതിലൂടെ ബോംബാക്രമണം ഉൾപ്പെടെ നടത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു എന്ന് ആരോപിക്കപ്പെട്ട ജയിലിൽ കിടന്നുപോയ PDPയുടെ അബ്ദുൽ നാസർ മദനി. ആ അബ്ദുൽ നാസർ മദനി കേരളത്തിലെ മുസ്ലിം യുവാക്കളെ തീവ്രതയിലേക്ക് നയിച്ചു എന്ന് പുസ്തകം എഴുതിയ ആളാണ് ശ്രീ P ജയരാജൻ. എവിടെയാണ് ശ്രീ P ജയരാജൻ ഇന്ന് PDPയുടെ അബ്ദുൽ നാസർ മദനി നിൽക്കുന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് പിന്തുണ നൽകിയിരുന്നത്? അപ്പോൾ ഇവരുടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? അടിസ്ഥാനപരമായ പ്രശ്നം വിരുദ്ധതയാണ്, കോൺഗ്രസ് വിരുദ്ധതയാണ്. ബഹുമാനപ്പെട്ട EMS പറഞ്ഞത് എന്താ? EMS മഹാത്മാഗാന്ധിയെയും മൗലാന കലാമിനെയും ബാലകൃഷ്ണ തിലകനെയും ഉൾപ്പെടെ മതമൗലികവാദികൾ എന്നൊരു ഘട്ടത്തിൽ വിളിക്കുന്നുണ്ട്, മതമൗലികവാദികൾ. അതേസമയം തന്നെ ജയരാജൻ ഇവിടെ പാകിസ്ഥാനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. പക്ഷെ അദ്ദേഹത്തിന്റെ നേതാവായിരുന്ന EMS മുഹമ്മദ് അലി ജിന്ന മതമൗലികവാദി അല്ല എന്ന് വാദിച്ചിരുന്ന ആളാണ്. മതമൗലികവാദി അല്ല ജിന്ന എന്ന് വാദിച്ചിരുന്ന ആളാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, മതമൗലികവാദം മാത്രം അടിസ്ഥാനമാക്കി ഒരു വ്യക്തിയെയോ
പ്രസ്ഥാനത്തെയോ വിലയിരുത്തുന്നത് അസംബന്ധമാണ്. മനസ്സിലായില്ലേ? EMSന്റെ വാക്കുകളാണ്. മതമൗലികവാദം മാത്രം അടിസ്ഥാനമാക്കി ഒരു വ്യക്തിയെയും പ്രസ്ഥാനത്തെയോ വിലയിരുത്തുന്നത് അസംബന്ധമാണ്. മതമൗലികവുമായി ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മദനിയെ മഹാത്മാഗാന്ധിയോടും ഉപമിച്ചിട്ടുണ്ട്. നോക്കൂ ദിലീപ്, ഇത് പൂർത്തിയാക്കട്ടെ. അതാ ഞാൻ പറഞ്ഞു, EMSന്റെ വാക്കുകൾ തന്നെയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറയാണ് മതമൗലികവാദികളുമായി അസ്പൃശ്യത പുലർത്തുകയാണെങ്കിൽ പുലർത്തുക എന്ന നിലപാടെടുക്കുകയാണെങ്കിൽ എല്ലാ മതസമുദായങ്ങളുമായി ബന്ധം വിടർത്തേണ്ടി വരും. അതല്ല മാർക്സിസത്തിന്റെ നിലപാട്. ശ്രീ ജയരാജൻ, പ്ലീസ്, അങ്ങ് ഇത്ര അസ്വസ്ഥനാവല്ലേ. ഞാൻ കാര്യങ്ങൾ പറയല്ലേ. അങ്ങ് എത്ര 10 മിനിറ്റോളം അങ്ങ് സംസാരിച്ചല്ലോ. ഞാൻ പറയുന്നത് കേട്ട് അടുത്ത പ്രാവശ്യം അങ്ങേക്ക് മറുപടി പറയാലോ. ഞാൻ അങ്ങയുടെ ഒരു എന്താ പറയാ സീനിയോറിറ്റിയെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇദ്ദേഹം പറയുന്നതാണ് അങ്ങനെ അസ്പൃശ്യത എന്താ പറയുക, ഒന്ന് വായിച്ചു കഴിയുമ്പോൾ ഇടയ്ക്ക് പറയുമ്പോഴത്തേക്ക് പിന്നെ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ മതമൗലികവാദികളുമായി അസ്പൃശ്യതയെ പുലർത്തുക എന്ന നിലപാട് എടുക്കുകയാണെങ്കിൽ എല്ലാ മതസമുദായങ്ങളുമായി ബന്ധം വിടർത്തേണ്ടി വരും. അതല്ല മാർക്സിസത്തിന്റെ നിലപാട്. മാർക്സിസത്തിന്റെ നിലപാട് മതമൗലികവാദവുമായി ബന്ധം അസ്പൃശ്യത എന്നുള്ളത് മാർക്സിസത്തിന്റെ നിലപാടല്ല, മറിച്ച് അവർക്ക് അതൊക്കെ സ്വീകാര്യമാണ്. അതുകൊണ്ടല്ലേ ദിലീപെ ഇടയ്ക്ക് BJPയുടെ സപ്പോർട്ട് ഇവർ മേടിച്ചത്? അതുകൊണ്ടല്ലേ സംഘപരിവാറിന്റെ പിന്തുണ മേടിച്ചത്? പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ എല്ലാ കാലത്തും സംഘപരിവാറിന്റെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ പറഞ്ഞില്ലേ? 1977 RSSനെ നിരോധിച്ചതിനെതിരെ ഈ കേരളത്തിന്റെ അസംബ്ലിയിൽ സംസാരിച്ച നേതാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ മതമൗലികവാദമുള്ള RSSും മറ്റേത് സംഘടനയും PDPയോ മറ്റേത് സംഘടനയാണെങ്കിലും അതിനോട് അസ്പൃശ്യത പാടില്ല എന്നുള്ളത് മാർക്സിസത്തിന്റെ നിലപാടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ന്യായീകരിക്കുന്നത്. ഞാൻ പാലോളി മുഹമ്മദ് കുട്ടിയുടെ പിണറായിയുടെ പ്രസ്താവനയിലേക്ക് ഒന്നും പോകുന്നില്ല, ഇവരെല്ലാം പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായിരുന്നത് പതിറ്റാണ്ടുകൾ കൊണ്ട് കോൺഗ്രസ് വിരുദ്ധത എന്നാണ്. കോൺഗ്രസ് വിരുദ്ധത നിലനിൽക്കുന്ന ഏത് മതമൗലിക സംഘടനകളും ഇവർ ഒക്കത്ത് കയറ്റി വെക്കും. 2009 പോലെ പിണറായി വിജയൻ മണിക്കൂറുകളോളം 1.5 മണിക്കൂറോളം പൊന്നാനിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ഈ മദനിയും കാത്ത് വേദിയിലിരിക്കും ഇല്ലേ? പക്ഷേ മദനി എന്തെങ്കിലും കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചാൽ മദനി ഈ ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രവാദിയായി മാറും. അത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. RSS പിന്നെ ഞങ്ങളെ ഒരിക്കലും പിന്തുണയ്ക്കുന്ന RSSനെ കുറിച്ച് പിന്തുണയ്ക്കുക എന്നൊക്കെ ജയരാജൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ തരാതരം പോലെ RSSന്റെ പിന്തുണ സ്വീകരിച്ചവരാണ്. RSSന്റെ പിന്തുണ സ്വീകരിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിന് അങ്ങേക്ക് ഗണ്ണിക്കാൻ കഴിയുമെങ്കിൽ ഗണ്ണിച്ചോ. 1977 സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ EM വിഷയത്തിലേക്ക് വരാം. ശ്രീ രാജു പി നായർ, ആ വിഷയത്തിലേക്ക് വരാം. ആ പിന്തുണയെ സംബന്ധിച്ച് ആ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ PR ശിവശങ്കർ വെൽഫെയർ പാർട്ടിയുമായി UDF പരസ്യമായി ഒരു ബന്ധത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. നേരത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലടക്കം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഈ ബന്ധം കേരളം കണ്ടതാണ്. ഇപ്പോൾ ഇതാ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ആ നിലയിലുള്ള സഖ്യവുമായി വരുന്നു. റഷീദ് അലി ശിഹാബ് തങ്ങൾ തന്നെ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. ഒരു പഞ്ചായത്തിലാണെങ്കിൽ പോലും അവിടുത്തെ സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന നിലയുണ്ടാകുന്നു. ഇങ്ങനെ ആ ബന്ധം മറനീക്കി പുറത്തു വരികയാണ്. എങ്ങനെയാണ് BJP ഇതിനെ കാണുന്നത്? നോക്കൂ, BJP ഈ ബന്ധത്തെ കാണുന്നത് ഇതൊരു താൽക്കാലിക ബന്ധമോ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേക പ്രതിഭാസമോ ആയിട്ടല്ല. കഴിഞ്ഞ കുറേ നാളുകളായി അത് നരേന്ദ്രമോദിയെ തകർക്കാൻ അല്ലെങ്കിൽ BJPയെ തകർക്കാൻ എന്നുള്ള വ്യാജേന ഇന്ത്യയെ തകർക്കുവാൻ തന്നെ കോൺഗ്രസ് വളരെ പ്ലാൻഡായിട്ട് ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ സംഘടനകളുമായി, മത തീവ്രവാദ സംഘടനകളുമായി, രാഷ്ട്രീയ തീവ്രവാദ സംഘടനകളുമായി, ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി രാജ്യത്തെമ്പാടും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഇവിടുത്തെ ചെറിയ ചെറിയ നേതാക്കൾ മാത്രമല്ല. മാർച്ച് 11, 2019 ജെയ്ഷെ മുഹമ്മദിന്റെ മസൂദ് അസർ ജി എന്ന് പറഞ്ഞിട്ടാണ് ശ്രീ മറ്റേ നമ്മുടെ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി, രാജു പി നായരുടെ അനിഷേധ്യനായ നേതാവ്, അദ്ദേഹം വിളിച്ചത് ഇദ്ദേഹത്തെ പാകിസ്ഥാൻ തീവ്രവാദി, ഇന്ത്യയെ തകർക്കാൻ താമസിക്കണേ അസർ ജി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ച് സംസാരിച്ചത്. അതുപോലെ തന്നെ മാർച്ച് 11, 2025 റഫാൽ യുദ്ധവിമാനം തകർന്നു എന്നുകൊണ്ട് പാർലമെന്റിലെ ഒരു റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു, സംഭവം കൂടാൻ പറഞ്ഞു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത്
ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ രാജ്യത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന തീവ്രവാദികളുടെ ഒരു പിന്തുണയെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സംസ്ഥാനത്തും കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള മത തീവ്രവാദ ശക്തികളെ കൂട്ടുകൂടാൻ ശ്രമിക്കുന്നു. അത് നവംബർ 5, 2024 വയനാട്, പാലക്കാട്, ചേലക്കര തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടു. ജൂൺ 10, 2025 നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അതുകൊണ്ട് തന്നെ കുറേ നാളുകളായി ഇവർ ഇന്ത്യയെ തകർക്കാൻ, അതുപോലെ തന്നെ ഈ പഞ്ചായത്തിലെ ഓരോരോ ഗ്രാമങ്ങൾ പിടിക്കുവാനായിട്ടും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ ഒരു പ്രത്യേകതയും തോന്നുന്നില്ല. ഇവരുടെ ദേശീയ ഒരു ഇന്റർനാഷണലി ആൻഡ് നാഷണലി അവരുടെ DNA ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാകിസ്ഥാന് അനുകൂലമായ, രാഹുൽ ഗാന്ധി വായ തുറക്കുന്നത് തന്നെ ഈ പാകിസ്ഥാന്റെ പത്രമായ അവിടുത്തെ പത്രങ്ങൾക്ക് ഹെഡ്ലൈൻ ഉണ്ടാക്കുവാനാണ് എന്നുള്ള കാര്യത്തിൽ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രധാനമായും അതിൽ നമുക്ക് ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു ചർച്ച നടത്താം. മുസ്തഫ മുണ്ടുപാറ, സമസ്തയുടെ നേതാവ്, എങ്ങനെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി UDF-മായി ഞാൻ വരാം ശ്രീ PR ശിവശങ്കർ, ഇങ്ങനെയാണെങ്കിൽ എന്നെ വിളിക്കേണ്ട ശ്രീ PR ശിവശങ്കർ വരാം അതിലേക്ക് വരാം. അല്ല, ആദ്യ റൗണ്ടിൽ നമുക്ക് എല്ലാവർക്കും ചർച്ചയ്ക്കുള്ള അവസരം കൊടുക്കേണ്ടതുണ്ട്. ശ്രീ മുസ്തഫ മുണ്ടുപാറ, എങ്ങനെയാണ് സമസ്ത ഈ ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധത്തെ കാണുന്നത്? മുസ്ലിം സമുദായത്തിലെ ഒരു മതസംഘടന എന്ന കാഴ്ചപ്പാടിലാണ് നമ്മൾ കാണുന്നത്. അതേസമയത്ത് വെൽഫെയർ പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കി ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ രംഗത്തും പ്രവേശനം ചെയ്തിരിക്കുകയാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും രണ്ടും സമമാണ്, തുല്യമാണ്. അതുകൊണ്ട് തന്നെ സമസ്തയിലെ ജമിയത്തുൽ ഉലമ ഉൾപ്പെടെയുള്ള സുന്നി വിഭാഗങ്ങൾ, കേരളത്തിലെ സുന്നി വിഭാഗങ്ങൾ എക്കാലത്തും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാടിന് എതിരുള്ള സമീപനമാണ് സ്വീകരിച്ചത്. കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച അന്ന് മുതൽ തന്നെ അവരുടെ രാഷ്ട്രീയ നിലപാടിനെതിരെ ശക്തമായ നിലപാടെടുത്തവരാണ് സുന്നി വിഭാഗങ്ങൾ. പ്രധാനമായും അവരുടെ മതരാഷ്ട്രവാദം എന്ന ആശയം അത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങൾക്ക് ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല, പൊതുസമൂഹത്തിനിടയിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കപ്പെടാൻ അവസരമൊരുക്കുമെന്നതുകൊണ്ട് തന്നെയാണ് ആ രാഷ്ട്രീയമായ ആ നിലപാടുകൾക്കെതിരെ എന്നും സുന്നി സംഘടനകൾ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയെ സുന്നികൾ എതിർക്കാനുള്ള കാരണം ഒന്ന്, വിശ്വാസപരമായി വലിയ വ്യത്യാസമുണ്ട്. സുന്നി വിശ്വാസധാരയുമായി ഒരിക്കലും യോജിച്ചു പോകാത്ത വിഭാഗങ്ങളാണ് മൗദൂദി പ്രസ്ഥാനവും അതുപോലെ തന്നെ വഹാബി പ്രസ്ഥാനം. അതുകൊണ്ട് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ സമസ്തയും തമ്മിലുള്ള ചില ഭിന്നതകൾ. ആ ഭിന്നതകൾക്കൊക്കെ അടിസ്ഥാനം ഈ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സഹകരണമാണോ? ആ നിലയിലുള്ള ചില കുറിപ്പുകളാണ് ഇപ്പോൾ സമസ്ത നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ ഒരു സംഘടനാ സംവിധാനമാണ്. കേരളത്തിലെ അത് മുസ്ലിം ലീഗ് പോലും പലപ്പോഴും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിമർശനത്തിനും എതിർപ്പിനും ഇടയായിട്ടുണ്ട്. ഈ അടുത്ത കാലം വരെ മുസ്ലിം ലീഗിനെ തകർക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നുണ്ടായത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇവിടുത്തെ CPM-നേക്കാളും മറ്റ് സംഘടനകളെക്കാളും മുസ്ലിം ലീഗിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ എക്കാലവും നടത്തിയത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അതുപോലെ തന്നെ സമസ്തയിലും നുഴഞ്ഞു കയറാൻ, അല്ലെങ്കിൽ സമസ്തയുടെ സംവിധാനത്തിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം നടത്തിയപ്പോൾ അതിനെതിരെ പ്രതികരണം ഉണ്ടായതാണ് ഇപ്പോൾ ഉണ്ടായ വിവാദത്തിൻ്റെ അടിസ്ഥാനം. അതായത് സമസ്തയുടെ കീഴിൽ നടക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് നുഴഞ്ഞു കയറാൻ, അവിടുത്തെ സിലബസുകളിലേക്ക് കടന്നു വരാൻ, അവിടെ അധ്യാപകരായി കടന്നു വരാനുള്ള ശ്രമം അവിടെ നടത്തിയപ്പോൾ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമസ്തയും അതുപോലെ തന്നെ അതിൽ കക്ഷിയാവേണ്ടതല്ലാത്ത മുസ്ലിം ലീഗും കക്ഷിയാവേണ്ട സാഹചര്യത്തിൽ വന്നത്. അത് ഇവർ ഉണ്ടാക്കിയൊരു നരേഷനാണ്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയൊരു നരേഷനാണ്. മുസ്ലിം ലീഗിനെ അതിലേക്ക് കക്ഷി ചേർക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ മുസ്ലിം ലീഗും അവരുടെ ആ വലയിൽ വീണുപോയി
എന്നതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്ഥാപനങ്ങൾ, സമസ്തയുടെ സ്ഥാപനങ്ങൾ, സുന്നി സ്ഥാപനങ്ങൾ, അതിൽ ജമാഅത്ത് ആശയുള്ള ആളുകളെ വളരെ തന്ത്രപരമായി ഇവർ കടത്തിക്കൂട്ടുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെ പാഠ്യപദ്ധതിയിൽ, സിലബസിൽ അവരുടെ ആശ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. സമസ്ത സുന്നികൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാരണം അവരുടെ വിശ്വാസവും ആചാരം അനുഷ്ഠാനവും തമ്മിലുള്ള വ്യത്യാസം ഒന്നാണെങ്കിൽ, രണ്ടാമത്തേത് അവരുടെ രാഷ്ട്രീയ നിലപാടിനോട് ഒരു കാലത്തും യോജിക്കുന്നില്ല സംസ്ഥയുടെ ആളുകൾ. പ്രത്യേകിച്ചുകൊണ്ട് അവർക്ക് താങ്കളിലേക്കും തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ ജോസഫ് ജോൺ വെൽഫെയർ പാർട്ടിയുടെ നേതാവാണ്. ശ്രീ ജോസഫ് ജോൺ, ഈ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ പി ജയരാജൻ മുതൽ നിരവധി ആളുകൾ ചൂണ്ടിക്കാട്ടിയതുപോലെ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മുസ്തഫ മുണ്ടുപാറയും ഒക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ, മൗദൂദി ആശയങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിത്തറ. അവരുടെ ഒരു രാഷ്ട്രീയ രൂപമാണ് ഈ വെൽഫെയർ പാർട്ടി എന്നത്. രാഷ്ട്രീയമായ കാര്യങ്ങളിൽ ഇടപെടുക, അധികാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ അതിനുവേണ്ടി നിലയുറപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളൊക്കെ ആകാം ഈ വെൽഫെയർ പാർട്ടിയുടേത്. പക്ഷേ ഈ അവരുടെ ഏറ്റവും രക്ഷകർത്തൃത്വം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാണ്. താങ്കളെപ്പോലെയുള്ളവരെയൊക്കെ ചിലപ്പോൾ മുന്നിൽ നിർത്തിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ഭിന്നമായൊരു ആശയധാര വെൽഫെയർ പാർട്ടിക്ക് ഉണ്ടാകാൻ വഴിയുണ്ടോ? ഈ വിഷയത്തിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ജയരാജൻ സഖാവ് ഒന്ന് നിലത്തേക്ക് ഇറങ്ങി നിൽക്കണം എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് തന്നെ ഒരു ധാരണയില്ല. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിലാണ് സഖാവ്, ഈജിപ്തിലല്ല. ഈജിപ്തിലെ നൈൽ നദിയുടെ കണക്കൊക്കെ വെച്ചിട്ട് കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, കേരളത്തിലെ മുനിസിപ്പാലിറ്റിയിലെ, തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ, ചുക്ലി പഞ്ചായത്തിലെ വാർഡുകളിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആൾക്കാരുടെ കാര്യം പറയും. അവിടെ ഇതുവരെ മത്സരിച്ചിരുന്ന ആൾക്കാരുടെ കാര്യം പറയും. ഈ കേരളത്തിലെ വെൽഫെയർ പാർട്ടി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായിട്ട് മത്സരിച്ച് വിജയിച്ച വാർഡുകളിൽ അവിടുത്തെ വാർഡ് മെമ്പർമാരുടെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എന്തിനെ കുറിച്ചാണ് പറയാനുള്ളത്? ഇതൊന്നും പറയാനില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും നൈൽ നദിയുടെ വെള്ളത്തിന്റെ കണക്കെടുക്കാനും പോകുന്നത്. അപ്പൊ ജയരാജൻ സഖാവ് ആദ്യം ചെയ്യേണ്ടത് ഒന്ന് കേരളത്തിൽ നിന്നിട്ട് സംസാരിക്കാനുള്ള ഒരു വിവേകമെങ്കിലും കാണിക്കണമെന്ന് മാത്രമാണ് ബഹുമാനപ്പെട്ട നേതാവിനോട് എനിക്ക് പറയാനുള്ളത്. ഈ കൊല്ലത്തിൽ മലപ്പുറത്ത് നടത്തിയിട്ടുണ്ട്. എന്താ സംശയം? മലപ്പുറത്ത് കേരളത്തിലെ ജില്ല എന്നുള്ള നിലയ്ക്ക് മലപ്പുറം ജില്ല 14 ജില്ലകളിൽ ഒന്നാണ് മലപ്പുറം. ആ ജില്ലയിലെ പല പഞ്ചായത്തുകളിലും 2015 മുതൽ കേരളത്തിലെ CPM-ഉം വെൽഫെയർ പാർട്ടി ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട്, ഒരുമിച്ച് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. എന്താ സംശയ കാര്യത്തില്? അപ്പോൾ ആദ്യം സഖാവ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കക്ഷികളെ കുറിച്ച്, ആ കക്ഷികളുടെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് ആദ്യം സംസാരിക്കാൻ തയ്യാറാവുക സഖാവ്. കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള ഭരണത്തിന്റെ പോരായ്മകളെ കുറിച്ച് സംസാരിക്കേ, അതിന്റെ നേട്ടങ്ങളെ കുറിച്ച് സംസാരിക്കേ. അതൊന്നും പറയാനില്ലാത്തതുകൊണ്ടല്ലേ ശ്രീ ജോസഫ് ജോൺ ഒറ്റ ചോദ്യം. UDF-ഉമായുള്ള ഈ ബന്ധത്തിൽ വെൽഫെയർ പാർട്ടിക്ക് വളരെയധികം സന്തോഷമുണ്ടോ? അവരുമായിട്ടുള്ള ഈ സഖ്യം, സഹകരണം എന്നൊക്കെ പറയുന്നതിൽ? എൻ്റെ സുഹൃത്തെ, കേരളത്തില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി സ്വീകരിച്ചിട്ടുള്ള ഒരു പൊതു നിലപാടുണ്ട്. ആ നിലപാട് കേരളത്തിൽ BJP ഒഴികെയുള്ള ഏത് ജനാധിപത്യ കക്ഷികളുമായിട്ടും ഞങ്ങൾക്ക് സഹകരണം ഉണ്ടാക്കുന്നതിനെതിരല്ല. അതേസമയം ഞങ്ങൾ സംസ്ഥാന തലത്തിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കൂടി UDF-ഉമായിട്ടൊരു സഖ്യമുണ്ടാക്കാം, LDF-ഉമായിട്ടൊരു സഖ്യം ഉണ്ടാക്കാം എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പ്രാദേശികമായി വെച്ചാൽ പഞ്ചായത്ത് തലത്തിൽ, ബ്ലോക്ക് തലത്തിൽ, ജില്ലാ തലത്തിൽ അതാത് സ്ഥലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, ആ സ്ഥാനാർത്ഥികൾ നിലവിലുള്ള കേരളത്തിൽ മത്സരിക്കുകയോ പ്രാദേശികമായി നീക്കുപോക്കുണ്ടെന്ന് പറഞ്ഞത് UDF-ന്റെ നേതാക്കളാണ്. UDF-ന്റെ നേതാക്കൾ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന നിലയാണ് വെൽഫെയർ പാർട്ടിയുടെ. UDF-ന്റെ നേതാക്കൾ രാജു പി നായർ ഇപ്പൊ തന്നെ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, അവർ സംസ്ഥാന തലത്തിൽ ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളും പറയുന്നു സംസ്ഥാന തലത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരു സഖ്യമില്ല. പ്രാദേശിക തലത്തിൽ നീക്കുപോക്കെന്നാണ് പറയുന്നതെങ്കിലും അതൊരു സഖ്യമല്ലേ? വാങ്ങലൊക്കെ സാധാരണയാണ്. അല്ല, ഇതൊക്കെ എല്ലാ കാലത്തും നടന്നിട്ടില്ലേ? CPM നടന്നിട്ടില്ലേ? CPM-ആയിട്ട് താങ്കളിലേക്ക് തിരികെ എത്താം. PR ശിവശങ്കർ, ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി വെൽഫെയർ പാർട്ടിയും UDF-ഉം തമ്മിൽ സഖ്യമില്ല എന്നാണ് വെൽഫെയർ പാർട്ടി നേതാവ് അവകാശപ്പെടുന്നത്. പ്രാദേശികമായ ചില നീക്കുപോക്കുകൾ, ധാരണകൾ മാത്രമാണ് എന്നാണ്. മലപ്പുറത്ത് തന്നെ ഏതാണ്ട് 30ഓളം തദ്ദേശ സ്ഥാപനങ്ങളിൽ UDF-ഉമായി വെൽഫെയർ പാർട്ടി സഖ്യത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ കോഡൂർ പഞ്ചായത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായി
അവിടെ വെൽഫെയർ പാർട്ടിയുടെ നേതാവിനെ പ്രഖ്യാപിക്കുന്നത് റഷീദ് അലി ശിഹാബ് തങ്ങളാണ്. അങ്ങനെ നിരവധി പഞ്ചായത്തുകളിൽ നഗരസഭകളിലൊക്കെ ഈ നിലയിലുള്ള സഖ്യം നിലവിൽ വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും അതിനെ ഒരു പ്രാദേശിക നീക്കുപോക്കെന്ന് മാത്രം വിശേഷിപ്പിക്കാൻ കഴിയുമോ ശ്രീ PR ശിവശങ്കർ? ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് പറഞ്ഞത്. ഇതൊരു പ്രാദേശിക താല്പര്യമോ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പദ്ധതിയല്ല, മറിച്ച് ഈ രാജ്യമെമ്പാടും തീവ്രവാദ ശക്തികളുടെ ഭാഗമായിക്കൊണ്ട് അവർക്ക് കീഴടങ്ങിക്കൊണ്ട് കോൺഗ്രസ് നടത്തുന്ന ഒരു മറ്റൊരു രാഷ്ട്രീയ മുഖം BJPയെ തോൽപ്പിക്കുവാൻ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നടത്തുന്നത്. ഇത് കേരളത്തിൽ പരസ്യമായിട്ട് അവർ ശ്രമിക്കുകയാണ്. ഇത് ബാംഗ്ലൂർ ശ്രമിച്ചിരുന്നു, മറ്റു പല സംസ്ഥാനങ്ങളിലും. ഇതിപ്പോൾ രാജു പറഞ്ഞിട്ടൊന്നും ഇത് ആദ്യമായിട്ടാണെന്ന്. ബീഹാറിലൊക്കെ നക്സലൈറ്റുകാരായിട്ട് രാഷ്ട്രീയ തീവ്രവാദമായിട്ടും മത തീവ്രവാദമായിട്ടും ഒരുപോലെ തന്നെ ഇവർ മറ്റ് സംസ്ഥാനങ്ങളിൽ BJPയെ തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഇവിടെ ഇതാ പരസ്യമായി അത് സഖ്യകക്ഷികളുടെ രൂപത്തിൽ തന്നെ അടുത്ത തവണ ഇത് അടുത്ത അസംബ്ലി ആകുമ്പോൾ ഇത് സഖ്യകക്ഷിയാവും. കാരണം CPM മറ്റുള്ള രീതിയിൽ PDPയുമായിട്ടും അതുപോലെ തന്നെ MLF-ഉമായിട്ടും ഒക്കെ തീരുമാനമാകുന്നു. അതുകൊണ്ട് വളരെ അടിസ്ഥാനപരമായി കോൺഗ്രസിൻ്റെ ആശയങ്ങൾ രൂപീകരിക്കുന്നതിൽ ഇന്ന് എങ്ങനെയാണോ കുറേ നാളുകളായി മുസ്ലിം ലീഗ് നിയന്ത്രിച്ചിരുന്നത്, ഇന്ന് അത് കുറച്ചുകൂടി ശക്തിയായി വെൽഫെയർ പാർട്ടി ആയിരിക്കുന്നു, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കുന്നു. രാജു P. നായർ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? വെൽഫെയർ പാർട്ടി ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിയാണ്. അതുകൊണ്ട് അതിൽ വർഗീയതയില്ല. എങ്ങനെ വർഗീയത ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് തുടക്കമാണ്. ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് വളരെ പതുക്കെ വെൽഫെയർ പാർട്ടിയെ വെള്ളപൂശുവാനും അതൊരു വർഗീയ സംഘടനയല്ല എന്ന് കാണിക്കുവാനും രാജു P. നായരിനെ പോലുള്ള ആളുകളെ കൊണ്ട് ഇത് പരസ്യമായി ഒരു ടെസ്റ്റ് ഡോസായിട്ട് അടിച്ചു കൊടുത്ത് നോക്കുകയാണ്. ഇത് ശരിയായാൽ ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ, അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായിരിക്കും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ പകുതിയിലേറെ. ഇപ്പം തന്നെ അങ്ങനെ പലരും ഉണ്ടെന്ന് നമുക്ക് സംശയമുണ്ട്. അത് ലീഗിൻ്റെ മാത്രമല്ല, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മാത്രമല്ല, CPM-നുമുണ്ട്. അതുകൊണ്ട് ഇരു മുന്നണികളും മറ്റു പലതരത്തിലും ഒന്നാണെങ്കിൽ പോലും ഇവിടെ നടക്കുന്നത് ഒരു മുസ്ലിം തീവ്രവാദത്തിൻ്റെ അടിമകളായി മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്ന ഈ തീവ്രവാദവും തീവ്രവാദ ശക്തികളും നിയന്ത്രിക്കുന്ന ഒരു രീതിയായിരിക്കുന്നു ഈ ഇവിടുത്തെ ഇടതുപക്ഷവും ഈ കോൺഗ്രസും എന്നുള്ളതാണ്. നേരത്തെ ഒരു ഗോവിന്ദൻ പറഞ്ഞ ഒരു കാര്യം പറയൂ. ശരി, ആയിക്കോ. വേണ്ട ആയിക്കോ. ശ്രീ P. ജയരാജൻ, ഇപ്പോൾ ഈ വെൽഫെയർ പാർട്ടി അവകാശപ്പെടുന്നത് സംസ്ഥാന തലത്തിലുള്ള സഖ്യമല്ല, അത് പ്രാദേശിക തലത്തിലുള്ള നീക്കുപോക്ക് മാത്രമാണ് എന്നാണ്. എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? അതായത് അതിന് ആ മറുപടി പറയുന്നതിന് മുമ്പേ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് സമസ്തയുടെ നേതാവ് ശ്രീ മുസ്തഫ മുണ്ടുപാറ പറഞ്ഞ രണ്ട് അഭിപ്രായങ്ങളോടും യോജിക്കുന്നു. ഒന്ന്, മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിലെ സുന്നികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശങ്ങളെ നഖശികാന്തം എതിർക്കുന്നവരാണ്, സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്, ജമാഅത്തെ ഇസ്ലാമിയുടെ നീക്കങ്ങളെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനുള്ള പഴയ അഭിപ്രായങ്ങളുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, 2010 തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകൻ TJ ജോസഫിന് നേരെ കൈവെട്ട് സംഭവം നടന്നപ്പോൾ കോട്ടക്കലിൽ മുസ്ലിം ലീഗ് ഒരു യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തപ്പെട്ട സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. മറ്റെല്ലാ സംഘടനകളെയും വിളിച്ചു, ജമാഅത്തെ ഇസ്ലാമിയെ ഒഴിച്ചു നിർത്തി. അതിനെ പറ്റിയിട്ട് ശക്തമായിട്ടുള്ള വിമർശനമാണ് മാധ്യമം പത്രത്തിൽ ദാവൂദ് എഴുതിയത്. എന്താ അതിൻ്റെ തലക്കെട്ടെന്നറിയോ? തീവ്രവാദത്തിനെതിരായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ കോട്ടക്കൽ കഷായം എന്നാണ്. കോട്ടക്കൽ കഷായം. കോട്ടക്കലിലായിരുന്നു ആ മീറ്റിംഗ്. അപ്പോൾ ലീഗിന് നേരത്തെ ഈ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. അതൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്താ കാര്യം എന്നറിയോ? 10 വർഷമായിട്ട് വെയിലത്ത് നിൽക്കുക, അധികാരത്തിന് വെളിയിലാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും കേരളത്തിൽ തിരിച്ച് അധികാരത്തിൽ വരാൻ വേണ്ടി ഏത് ചെകുത്താനുമായും കൂട്ടുകൂടുന്ന നിലയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ശിവശങ്കറിന് കൂടി ഒരു കാര്യം എനിക്ക് പറയേണ്ടതുണ്ട്. ശിവശങ്കർ ഇവിടെ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയാകുന്നു ഇങ്ങനെയാകുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് CPM ഒരിക്കലും രാഷ്ട്രീയ നേതൃത്വം ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ അതേസമയം ജമാഅത്തെ ഇസ്ലാമി RSSുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് 2 തവണ. എൻ്റെ പുസ്തകത്തിൽ കൃത്യമായി അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ജെയ്ഷെ മുഹമ്മദിനെ പറ്റി പറഞ്ഞു. തീർച്ചയായിട്ടും അതിർത്തി കടന്നിട്ടുള്ള ഭീകരപ്രവർത്തനം, ഭീകരാക്രമണം ഏറ്റവും വലിയ പ്രശ്നമാണ്. പക്ഷേ ശിവശങ്കറിനെ പോലെയുള്ള ആളുകൾ തുറന്നു കാട്ടപ്പെടുന്നത് എവിടെയാണ്? മതത്തെ അടിസ്ഥാനപ്പെടുത്തി സ്വതന്ത്ര ഇന്ത്യ കണ്ടിട്ടുള്ള ആദ്യത്തെ ഭീകരാക്രമണം
ഏതായിരുന്നു 48 ജനുവരി 30 മഹാത്മാഗാന്ധിക്ക് നേരെ നടന്നിട്ടുള്ള വധം. അതാ സ്വതന്ത്ര ഇന്ത്യ കണ്ടിട്ടുള്ള ആദ്യത്തെ ഭീകരാക്രമണം. അത് മനസ്സിലാക്കണം. ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള വർഗീയ കലാപങ്ങൾ, അതിൽ RSSനുള്ള പങ്കാളിത്തം ഒട്ടേറെ ജുഡീഷ്യൽ കമ്മീഷനുകൾ വെളിപ്പെടുത്തിയതാണ്. അതുകൊണ്ട് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എല്ലാ തീവ്രവാദവും എല്ലാ ഭീകരവാദവും എതിർക്കപ്പെടണം. എങ്കിലേ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കുകയുള്ളൂ എന്നതാണ് അതേക്കുറിച്ച് അഭിപ്രായം. പിന്നെ എൻ്റെ പുസ്തകത്തിൽ മദനിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, 2 ഭാഗവും പറഞ്ഞിട്ടുണ്ട്. മദനിയുടെ പ്രസംഗങ്ങൾ കേട്ട് ആവേശം പൂണ്ടിട്ടുള്ള തടിയൻ്റെ അവിടെ നസീർ എന്ന് പറയുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു തീവ്രവാദിയായിട്ട് രൂപപ്പെടുന്നത് എങ്ങനെ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതേസമയം മദനി അവസാന കാലത്ത് തൻ്റെ നിലപാടുകളിൽ മാറ്റം വരുത്തിയ കാര്യവും പറഞ്ഞിട്ടുണ്ട്, അതിനെ പിന്തുണച്ചിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, പൊതുജീവിതത്തിൽ ആദ്യ ഭാഗത്തെ സംബന്ധിച്ചുള്ള വിമർശനം, പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ വന്ന മാറ്റത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. PDP ഞങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ള സഖ്യകക്ഷിയൊന്നുമല്ല. അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും നിലപാടുകളെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയും സഖ്യകക്ഷിയല്ല പി ജയരാജൻ. ഇസ്ലാമിക്കെതിരായിട്ട് വെൽഫെയർ പാർട്ടിയും പരസ്യമായി അവരുടെ സഖ്യകക്ഷിയല്ല. ഈ അതായത് ഞാൻ പറഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സഖ്യകക്ഷി ആയിരിക്കുന്നു. അതാണ് നമ്മുടെ പാണക്കാട് തങ്ങളുണ്ടല്ലോ, തങ്ങൾ തന്നെ ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചല്ലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു അനുഭവം? വെൽഫെയർ പാർട്ടി ആരുടെ കൂടിയായിരുന്നു? ജമാഅത്തെ ഇസ്ലാമി. അതുപോലെ അതിൻ്റെ സ്ക്വാഡ് വർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരുടെ കൂടിയായിരുന്നു? UDFൻ്റെ കൂടെ. അപ്പോൾ യഥാർത്ഥത്തിൽ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇത് പ്രാദേശികമാണ്, ഇത് രാഷ്ട്രീയമില്ല, ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെ ഒരു കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് പറയുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം അദ്ദേഹം അദ്ദേഹം വഴിതെറ്റിയിരിക്കുന്നു എന്നതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യം. ശ്രീ രാജു പി നായർ, ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമാണല്ലോ വെൽഫെയർ പാർട്ടി എന്നത്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ അടിസ്ഥാന ആശയങ്ങളിൽ ഇതുവരെ വ്യത്യാസം വരുത്തിയിട്ടില്ല. അവർ മൗദൂദിയൻ ആശയങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതിൻ്റെ അപകടകരമായ കാര്യങ്ങളാണ് സമസ്തയടക്കമുള്ള സംഘടനകൾ, മുസ്ലിം സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നതും. അത് അത്തരമൊരു അവസ്ഥ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു സഖ്യം, ഒരു പരസ്യമായ സഹകരണം, അത് പ്രാദേശിക തലത്തിലാണെങ്കിൽ പോലും വിവിധ പഞ്ചായത്തുകളിലും വിവിധ നഗരസഭകളിലും ഒക്കെ ആകുമ്പോഴാണല്ലോ അതിനൊരു സംസ്ഥാനതല രൂപം വരുന്നത്. അത് ഔദ്യോഗികമായി പറഞ്ഞില്ലെങ്കിലും ആ നിലയിലുള്ള ഒരു സഹകരണം അത് ഒഴിവാക്കേണ്ടതായിരുന്നില്ല യഥാർത്ഥത്തിൽ? അല്ല, പി ജയരാജൻ്റെയൊക്കെ ഒരു ഗതികേട് ഓർത്തിട്ട് സങ്കടം തോന്നുകയാണ്. നോക്കൂ, അദ്ദേഹം തന്നെ പുസ്തകത്തിൽ എഴുതി വെച്ച കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് അബ്ദുൽ നാസർ മദനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദർശം മുഴുവൻ മാറ്റി, അദ്ദേഹത്തിൻ്റെ തീവ്രവാദ നിലപാട് മുഴുവൻ മാറ്റി മെടുപ്പിനായി. അതേസമയം ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നല്ല ആൾക്കാരായിരുന്നു, ഇപ്പം അത് മാറി. എന്തൊരു വൈരുദ്ധ്യം, എന്തൊരൊക്കെ അവസ്ഥയാണ്. മനുഷ്യന് മനസ്സിലാവുന്ന ഇത്രമാത്രം എന്താ പറയാ ഈ ഇരട്ടത്താപ്പാണെന്നുള്ള മനസ്സിലാവാത്ത പറയാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിൽക്കട്ടെ, അവരെല്ലാം അറിയട്ടെ, അവരെല്ലാം പറഞ്ഞു. പിന്നെ ശിവശങ്കരൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്ക് ഇവിടെ പറയേണ്ടി വരും. ശിവശങ്കരൻ പറയുന്നത് ഒന്ന് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയതയെക്കുറിച്ചാണ്. ഒരു മതതീവ്രവാദ സംഘടനയുടെ രാഷ്ട്രീയ മുഖമായ BJP ആണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. ഒരു തീവ്രവാദ സംഘടന ISIS പോലെ അല്ലെങ്കിൽ അപരമത വിദ്വേഷം ഉണ്ടാക്കുന്ന മറ്റ് മുസ്ലിം മതസംഘടനകളെ പോലെ, മുസ്ലിം എന്ന് പറയുന്ന ഇസ്ലാമിക് മതസംഘടനകളെ പോലെ അപരമത വിദ്വേഷം ഉണ്ടാക്കുകയും മനുഷ്യരെ തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന ഒരു തീവ്രവാദ സംഘടനയുടെ രാഷ്ട്രീയ രൂപമായ BJP ആണ് ഭരിക്കുന്നത്. ഇല്ലേ, എന്താ ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം? ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കൽ. മതരാഷ്ട്രം സ്ഥാപിക്കേണ്ടത് രാഷ്ട്രീയമായിട്ട് കൊണ്ടു നടക്കുന്നത് RSS ആയാലും ISIS ആയാലും രണ്ടും തീവ്രവാദ സംഘടനയല്ലേ? ആ തീവ്രവാദി സംഘടനയുടെ പ്രതിനിധി ഇവിടെ വന്നിരുന്നിട്ട് മറ്റൊരു തീവ്രവാദ സംഘടന എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ ശ്രമിക്കുകയാണ്, ഇല്ലേ? പിന്നെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പാകിസ്ഥാൻ രൂപീകരിച്ച മുഹമ്മദ് അലി ജിന്നയുടെ രാഷ്ട്രീയ രൂപത്തെ 1940 നോർത്ത് വെസ്റ്റ് പ്രൊവിൻസ് ഉൾപ്പെടെ മുതലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ കൂട്ടുചേർന്ന് ഭരണം നടത്തിയവരാണ് ശിവശങ്കരൻ. നിങ്ങളത് കൂട്ടുചേർന്ന് ഭരണം നടത്തിയവരെ. ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധ പാർട്ടിയാണ് എന്ന് പറഞ്ഞിരുന്ന PDPയോടൊപ്പം ചേർന്ന് ഭരണം നടത്തിയവരല്ലേ നിങ്ങൾ? ആ മന്ത്രിസഭയിൽ സൽമാൻ സോസ് എന്ന് പറയുന്ന, നമ്മുടെ സജ്ജാദ് ലോൺ എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ കൈവച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ എൻ്റെ ഹൃദയം വേദനിക്കും എന്ന് പറഞ്ഞ സജ്ജാദ് ലോണിനെ മന്ത്രിയാക്കിയവരാണ് ഇവർ, ഇല്ലേ?
അധികാരത്തിന് വേണ്ടി എന്ത് ശ്രീ പി.ആർ. ശിവശങ്കർ ഇപ്പോൾ ഈ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ BJP-യുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ദിലീപ് 30 സെക്കൻഡ് നോക്കൂ. പിന്നെ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധ ശക്തികളോടൊപ്പം കൂടി. ശിവശങ്കർ അങ്ങനെയാണെങ്കിൽ അങ്ങ് അടുത്ത് വരണം. നിങ്ങളുടെ പ്രധാനമന്ത്രി കഴിവ് കെട്ടവനാണ് എന്ന് അംഗീകരിക്കും ശിവശങ്കരൻ. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇന്ത്യ വിരുദ്ധ ശക്തികളോടൊപ്പം ചേർന്നുകൊണ്ട് രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ 10 വർഷം തൊടാൻ പറ്റിയിട്ടില്ല. ഒരു FIR പോലും ഇടാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതിലും വലിയ കഴിവ് കെട്ടവൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വേറെ ആരെങ്കിലും ഉണ്ടോ? ഇത്രയും കഴിവട്ടവനാണോ നിങ്ങൾ വലിയ 56 ഇഞ്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഈ ഇത്രയും ഒരു ഗുണമില്ലാത്ത ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരാൾക്കെതിരെ ഒരു FIR ഇടാൻ ശേഷിയില്ലാത്ത നിങ്ങളുടെ ഈ നരേന്ദ്രമോദിയാണോ ഈ രാജ്യത്തെ രക്ഷിക്കാൻ പോകുന്നത്? എന്ത് അബദ്ധമൊക്കെയാണ് ശിവശങ്കർ എന്ന് പറയുന്നത്? പി.ആർ. ശിവശങ്കർ താങ്കൾക്ക് പറയാം. ഇന്ത്യ വിരുദ്ധരാണോ? ഇപ്പോൾ ഈ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി എന്ന നിലയിൽ ശ്രീ പി.ആർ. ശിവശങ്കർ താങ്കൾ കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. റാഫേൽ വിമാനം തറന്നു. ശ്രീ പി.ആർ. ശിവശങ്കർ താങ്കൾ കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള മറുപടി പറയാം. എത്ര മിനിറ്റ് വരെ ഞാൻ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് തുടങ്ങാം? അല്ലെങ്കിൽ പിന്നെ താങ്കൾ പറയൂ. അത് നിർത്തിക്കഴിഞ്ഞാൽ എൻ്റെ വാക്കുകളും വാചകങ്ങളും പകുതിയാകുമ്പോഴാണല്ലോ. വളരെ സമയം പറയൂ, അതനുസരിച്ച് ഞാൻ പറയാം. അല്ല, വളരെ ഹ്രസ്വമായിട്ട് സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് തുടങ്ങാം. ഞാൻ സ്റ്റോപ്പ് വാച്ച് തുടങ്ങാൻ സമയം നിങ്ങൾ സമയം പറഞ്ഞു. അതനുസരിച്ച് ഉയർന്നു വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വ്യക്തിപരമായ ആരോപണങ്ങൾ അതിനൊന്നും ഏതായാലും 24 എൻഡോസ് ചെയ്യുന്നില്ല. ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങളിൽ താങ്കൾക്ക് മറുപടി പറയാം. അതൊക്കെ എൻഡോസ് ചെയ്യാം. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എൻഡോസ് ചെയ്യില്ല. അല്ല, മറുപടി ഞാൻ പറഞ്ഞോളാം. അത് ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. അതൊക്കെ ഞാൻ പലകുറി പറഞ്ഞു കഴിഞ്ഞാണ്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സമയം തന്നാൽ ഞാൻ ആ സമയം അനുസരിച്ച് പറയാന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ താങ്കൾ ഒരു സ്റ്റേറ്റ്മെന്റ് പകുതിയാകുമ്പോൾ ജയരാജനോട് കുറച്ച് കാര്യങ്ങൾ പറയാം. രാഹുൽ ഗാന്ധിക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR ശിവശങ്കർ പറയട്ടെ. അല്ലെ, എനിക്ക് രാജു സാമാന്യമായിട്ട് വായിക്കുന്ന ആളാണ്. രാജു വായിക്കുന്ന പുസ്തകങ്ങളുടെ കണക്കൊക്കെ എനിക്കറിയാം. പക്ഷേ 1940 ഇന്ത്യ വിഭജിക്കുന്നതിന് മുമ്പ് BJP ഭരിച്ചു എന്നൊക്കെ പറയുമ്പോൾ രാജു സ്വന്തം ഒരു എന്താ പറയാ ഒരു ഐഡിയോളജി മാത്രമല്ല, സ്വന്തം ഐഡന്റിറ്റിക്ക് ഇങ്ങനെ സ്വയം പോയി തകർക്കരുത്. എന്ത് കണക്കാണ് പറയുന്നത്? ഹിന്ദു മഹാസഭയും കൂടി ശരി 40 ഞാൻ പാകിസ്ഥാനിൽ ഭരിക്കായിരുന്നു. ഹിന്ദു അങ്ങനെയാണെങ്കിൽ താങ്കൾ നക്സലൈറ്റിനെ പിന്തുണച്ചവരാണ്. ഞാൻ 1885 മുതലുള്ള എന്റെ പാർട്ടിയുടെ ചരിത്രം പറയുമ്പോൾ ഞാൻ അതിൽ നിന്ന് വിഭിന്നമല്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ നിങ്ങളുടെ ആശയടിത്താറ, നിങ്ങളുടെ ഹിന്ദുത്വം എന്ന് പറഞ്ഞ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച ഹിന്ദു മഹാസഭ ഉൾപ്പെടെ നിങ്ങൾക്ക് എങ്ങനെയാ വേറെയാണെന്ന് പറയാൻ പറ്റുക? നിങ്ങൾ എങ്ങനെ അപ്പോ ജനിച്ചില്ല എന്ന് പറയാം? അപ്പൊ മറുപടി ഇല്ലാതെയാണ് അത്. മറുപടി ശ്രീ പി.ആർ. ശിവശങ്കർ താങ്കൾക്ക് പറയാം. ശ്രീ രാജു പി നായർ അദ്ദേഹം മറുപടി പറയട്ടെ. ശ്രീ രാജു പി നായർ ശ്രീ പി.ആർ. ശിവശങ്കർ പറയട്ടെ. അദ്ദേഹത്തിന് അനുവദിച്ച സമയമാണ്. അതൊന്നും രാജുവിനൊന്നും പ്രശ്നമല്ല. എന്തിലും കയറി പറയും. കാരണം അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അല്ലല്ല രാജു, ഹിന്ദു മഹാസഭ എന്താ, RSS എന്താ, BJP എന്താന്ന് അറിയാത്ത രാജുവിനോട് ഞാൻ എന്ത് ഉത്തരം പറയാനാ? ഹിന്ദു മഹാസഭ ഈ പറയുന്ന പലരെ ഈ മഹാത്മാഗാന്ധിയെ കൊന്ന സമയത്ത് എവിടെയായിരുന്നു എന്നും ആ കൊന്ന ആൾ അന്നത്തെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ പെടുത്തിട്ട് നിങ്ങൾ പിടിച്ച് ഗവർണറുമായും മന്ത്രിയായും MP ആയും അതിനുശേഷം ജസ്റ്റിസുമായും അയാളുടെ മകനെ പിടിച്ച് സ്പീക്കറാക്കിയ പാർട്ടിയാണ് നിങ്ങൾ. ആ കഥയൊക്കെ ജനങ്ങൾക്കറിയാം. നിങ്ങൾ എഴുതുന്ന ചരിത്രം മാത്രമല്ല, ഇന്ന് ഈ പല ഈ നമ്മളുടെ ഇന്റർനെറ്റിന്റെ യുഗത്തിൽ ജനങ്ങൾക്ക് പുസ്തകങ്ങൾ നെറ്റിലും കിട്ടുന്നുണ്ട്, അല്ലാത്ത പുസ്തകങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. രാജു, കുറച്ച് പുസ്തകമൊക്കെ അതൊക്കെ വായിക്ക്. ഹിന്ദു മഹാസഭ എന്താണെന്നൊക്കെ വായിക്കും. ഇത് ചർച്ച അതല്ലല്ലോ. ഇന്ന് നിങ്ങൾ വെൽഫെയർ പാർട്ടിയുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കി ജനങ്ങളെ കൊല്ലുന്ന, ജനങ്ങളെ വിഘടിപ്പിക്കുന്ന, ജനങ്ങളെ നിരന്തരമായി മതവിദ്വേഷം പുലർത്തുന്ന സംഘടനയുമായിട്ട് നിങ്ങളുടെ രാഹുൽ ഗാന്ധിയും രാജീവ് പി നായരുടെ അനിഷേധ്യ നേതാവ് രാഹുലിനും എല്ലാം ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ട്. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങളെ ജനം തള്ളിക്കളഞ്ഞു. നിങ്ങൾ ഇത് തന്നെയാണ് ബീഹാറിലും അതുപോലെ തന്നെ ഹരിയാനയിലും ബംഗാളിലും എല്ലാം ഉണ്ടാക്കുന്നത്. നിങ്ങളെ ജനം തള്ളിക്കളഞ്ഞു, ഇവിടെയും തള്ളിക്കളയും. നിങ്ങൾ എന്നാണോ ഈ മത തീവ്രവാദികളുമായി സഖ്യം ചെയ്തുകൊണ്ട് വിദേശ ശക്തികളുടെ അടിമകളായി ഇത്തരത്തിലുള്ള തീവ്രവാദികളുടെ അടിമകളായി നിൽക്കുന്നത്, അന്നത്തോളം കാലം ഒരു സംശയവുമില്ല രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും
ജനങ്ങൾ തള്ളിക്കളക്കും. ഒരു സംശയവുമില്ല. ഇത്തരത്തിലുള്ള മത തീവ്രവാദ ശക്തികളുടെ അടിമകളായി നിങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും നിങ്ങളാണ് ഈ തരത്തിലുള്ള വിധ്വംസക ശക്തികൾക്ക് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ രാജ്യത്ത് ജയിക്കുന്നത്. അടിസ്ഥാന വിഷയത്തിൽ നിന്ന് മാറി ഇവിടെ ചർച്ചാ വിഷയം നമ്മൾ UDF വെൽഫെയർ പാർട്ടി സഖ്യത്തെ കുറിച്ചാണ്. തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ച എന്ന് വിളിച്ചിട്ട് ഇത് എന്തൊക്കെയാണ് പറയുന്നത്? ഇതുപോലെ തന്നെ എത്ര ഇനി ചർച്ചയ്ക്ക് വളരെ ഹ്രസ്വമായ സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഓരോ മിനിറ്റിൽ നമുക്കിത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒറ്റ ചോദ്യമാണ്, അതായത് ഈ UDF വെൽഫെയർ പാർട്ടി സഖ്യം അത് കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നാണ് കരുതുന്നത്? ശ്രീ P. ജയരാജൻ, താങ്കൾക്ക് അതിനോട് പ്രതികരിക്കാം. ഈ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ മതനിരപേക്ഷതയുടെ ഒരു സംരക്ഷിത തുരുത്തായിട്ടാണ് കേരളം നിലനിൽക്കുന്നത്. മറ്റിടങ്ങളിലുള്ള വർഗീയമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളും കലാപങ്ങളും ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ അത് തകർക്കുന്നതിന് വേണ്ടി ദൂരവ്യാപകമായിട്ടുള്ള ഫലമുളവാക്കുന്ന ഒന്നാണ് കോൺഗ്രസും ലീഗും ഈ ജമാഅത്തെ ഇസ്ലാമിയെ കെട്ടിപ്പുടരുന്നത് വഴി ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ഇവിടെ അന്തർദേശീയ ബന്ധമുള്ള ഒന്നാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. മൗദൂദിയൻ ആശയങ്ങൾ പാകിസ്ഥാനിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്, അതുപോലെ തന്നെ ശ്രീലങ്കയിലുണ്ട്. അപ്പോൾ ഒരു അന്തർദേശീയമായിട്ടുള്ള ബന്ധമുണ്ട്. ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡിൻ്റെ തീവ്രവാദ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഒന്നാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. P. ജയരാജൻ, മറ്റുള്ളവർക്ക് കൂടി പറയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ശ്രീ PR ശിവശങ്കർ വലിയ നിലക്ക് അതെങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്? ഒന്ന് ഒറ്റ വാചകം കൂടി ദിലീപേ, അതായത് ഇത് ഈ ISIS പോലെയുള്ള സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന തീവ്രവാദ ആശയങ്ങളുടെ സ്രോതസ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും മൗദൂദിയും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളാണ്. അതിനെ ഒരു തരത്തിലും മതനിരപേക്ഷ ശക്തികൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പാടില്ല. ലീഗ് നേരത്തെ ആ നിലപാടായി എടുത്തിരുന്നത്. ദിലീപ്, ഇത് ഈ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ പറയുന്ന സമീപനങ്ങളെയും അവിടുത്തെ മറ്റ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ കാണുന്നവരാണ്. യൂറോപ്യൻ എന്ത് നടക്കുന്നു എന്നുള്ളതിന്റെ അടുത്ത പടിയാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനത്തിനെതിരെ മതന്യൂനപക്ഷത്തിൽപ്പെട്ട ജനാധിപത്യ വിശ്വാസികളുടെയും മറ്റു മതസ്ഥരുടെയും പൂർണ്ണമായ ഐക്യം ഈ രണ്ട് മുന്നണികൾക്കെതിരെ ഉണ്ടാവും. മത തീവ്രവാദ ശക്തികൾക്ക് പിന്തുണ നൽകുന്ന ഇടതുപക്ഷത്തിനെതിരെയും കോൺഗ്രസിനെതിരെയും, ഇപ്പോൾ ഈ കോൺഗ്രസിനെതിരെയുള്ള ശക്തമായ UDFനെതിരെയുള്ള ശക്തമായ തീരുമാനം, ജനാധിപത്യ വിരുദ്ധ ഒരു പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകുന്നവർക്കെതിരെയുള്ള വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഒരു സംശയമില്ല. അത്തരത്തിലുള്ള രാഷ്ട്രീയത്തിന്റെ ഒരു ഏകോപനത്തിന്റെ രാഷ്ട്രീയമാണ് ഈ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത്. ശ്രീ മുസ്തഫ മുണ്ടുപാറ, താങ്കൾക്ക് വേണ്ടത്ര സമയം നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൽ ഖേദിക്കുകയാണ്. പറയൂ, വളരെ ചുരുക്കി. ജമാഅത്തെ ഇസ്ലാമിയെ ആര് കൂട്ടിപ്പിടിച്ചാലും അത് ആ പ്രസ്ഥാനത്തിന്, ആ വിഭാഗത്തിന് പരിക്കേൽക്കുകയേ ഉള്ളൂ. കാരണം നമ്മുടെ കേരളത്തിൻ്റെ ജനാധിപത്യ സംവിധാനം, പാരമ്പര്യമായി നടന്നു വരുന്ന സംവിധാനത്തിന് എതിരായിക്കൊണ്ടുള്ള സമീപനമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ ആര് കൂട്ടിപ്പിടിച്ചാലും, അത് ഇടതാവട്ടെ വലതാവട്ടെ, അത് അവർക്ക് പരിക്കുണ്ടാക്കുകയുള്ളൂ. കേരളത്തിലെ പൊതുസമൂഹം ആ ഒരു കൂട്ടിപ്പിടിക്കലിനെ അംഗീകരിക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. ഓക്കെ, ശ്രീ ജോസഫ് എം ജോൺ, താങ്കൾക്കും വേണ്ടത്ര സമയം ലഭിച്ചിട്ടില്ല. ഏതായാലും ഈ കാര്യത്തിലുള്ള വളരെ ഹ്രസ്വമായിട്ട് താങ്കൾക്ക് പറയാം. പ്രധാനമായിട്ട് എനിക്ക് ഉന്നയിക്കാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഇത്രയധികം ആൾക്കാരെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അവരുടെ ആശയ നിലപാടും കൂടി, എന്തിനാണ് രണ്ടുപേരെ ഒരേ ആശയത്തിൻ്റെ പേരിൽ ചർച്ചയ്ക്ക് വിളിക്കുന്നത്? ഇപ്പോൾ ജയരാജൻ സഖാവ് പറഞ്ഞതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് BJPയുടെ പ്രതിനിധി പറഞ്ഞത്? രണ്ടുപേരും ഒരേ ആശയങ്ങൾ തന്നെയല്ലേ പറയുന്നത്. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ മുസ്തഫ മുണ്ടുപാറ അവസാനം പറഞ്ഞു വെച്ച കാര്യമുണ്ട്. അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മഹല്ല് കമ്മിറ്റിയിലേക്കല്ല, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ്. അവിടെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലാണ്, അവരുടെ സ്ഥാനാർത്ഥികൾ തമ്മിലാണ് മത്സരം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് CPMന്റെ പല നേതാക്കളും പറയുന്ന കാര്യങ്ങൾ BJPയുടെ നേതാക്കൾക്ക് വളരെയധികം സന്തോഷവും ആത്മഹർഷമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ അതേപോലെ തന്നെയായി ജയരാജൻ സഖാവ് പറയുന്നതിൽ നിന്ന് പുള്ളി വ്യത്യാസമില്ലാത്ത അതേ നിലപാടാണ് BJPയുടെ പ്രതിനിധിയും പറയുന്നത്. ഓക്കെ, എൻകൗണ്ടറിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ P. ജയരാജൻ,
കോൺഗ്രസ് നേതാവ് ശ്രീ രാജു പി നായർ, BJP നേതാവ് ശ്രീ PR ശിവശങ്കർ, സമസ്ത നേതാവ് ശ്രീ മുസ്തഫ മുണ്ടുപാറ, വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ജോസഫ് ജോൺ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.